സ്വാമിയേ ശരണമയ്യപ്പ. വിശ്വാസ സമൂഹത്തിന്, സഹോദരീ സഹോദരങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്ന വിവിധ വികാരങ്ങളോടെ, വായ്പകളോടെ, നിശ്ചയങ്ങളോടെ ഈ സംഗമം നടത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 ആഴ്ചക്കാലമായി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലെയും അവരെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗത്തിൻ്റെയും ഒരു സ്ലൈസാണ് ഈ വേദിയിൽ എന്നോടൊപ്പം ഉപവിഷ്ടരായിരിക്കുന്നത്. അവർക്കടക്കം എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ഒരു തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ഒരു സംയമനം എന്ന് പറയുന്നത് അനിവാര്യതയാണ്. എന്നാൽ എൻ്റെ വിശ്വാസം, ആ വിശ്വാസത്തിലൂന്നിയുള്ള ആചാര മര്യാദകൾ ഹനിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ എന്നെപ്പോലെ തന്നെ, അല്ലെങ്കിൽ എന്നേക്കാൾ വളരെ ആഴത്തിൽ അഗാധമായ ഈശ്വരബന്ധം, ആചാര സമ്പുഷ്ടിയുള്ള വലിയൊരു വിഭാഗത്തിന് ഇപ്പോഴും 2018 അല്ലെങ്കിൽ 2017 തന്നെ തുടങ്ങി വെച്ച ഒരു അങ്കലാപ്പ് വളർന്നിട്ടുണ്ടെങ്കിൽ അതിന് ശാശ്വതമായ പരിഹാരം, പ്രതി നടപടി നമ്മളോട് അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്ന് സാങ്കേതികമായി വിശ്വാസമുള്ളതുകൊണ്ട്, അതിൻ്റെ സാധ്യത വളരെ വലുതായി വളർന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളോട് വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ സംഗമത്തിൻ്റെ വേദിയിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുവാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് ഒരു പരമമായ സത്യമാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി 2018 ഈ ഒരു വലിയ ദുരന്തം വിശ്വാസികളുടെ ജീവിതത്തിൽ ദുരന്തമായും വന്ന് ഭവിച്ച ഈ പ്രവർത്തനത്തിനൊക്കെ വളരെ മുമ്പ് തന്നെ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വരണം എന്ന മുറവിളി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അതീതമായി വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നു വന്നുകൊണ്ടേയിരുന്നതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ശ്രീമാൻ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ അനുചരൻ ശ്രീ അമിത് ഷായും ഏകീകൃത സിവിൽ കോഡ് വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ, കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലുണ്ടായ ചർച്ചയ്ക്ക് മറുപടിയായി രാജ്യസഭയിൽ ശ്രീമാൻ അമിത് ഷാ അദ്ദേഹത്തിൻ്റെ ഭാഷണത്തിൽ അത് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു, യൂണിഫോം സിവിൽ കോഡ് ജരൂർ ആയേഗാ, ശുരുവാത്ത് ഹുയി ഹൈ. അതിൻ്റെ തുടക്കം കുറിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇതാരാണ് ആഗ്രഹിക്കാത്തത്? ഓരോ ഭാരതീയനും ഇതാഗ്രഹിക്കും. ആ ഭാരതീയന് മതത്തിൻ്റെ മതമുണ്ടവന്. ഈ വിഷയത്തിൽ അവന് മതം പ്രശ്നമല്ല, മതമല്ല അവന് പ്രശ്നം, അവൻ്റെ അവകാശങ്ങളാണ്. അവകാശങ്ങളുടെ കാര്യത്തിൽ, അതിൻ്റെ ലഭ്യതയുടെ കാര്യത്തിൽ ഒരു വിവേചനവുമില്ലാതെ അവൻ്റെ അവകാശ സംരക്ഷണം എന്ന് പറയുന്നത് ഉറപ്പുവരുത്തുന്നതിന്, പ്രത്യേകിച്ച് നാരീശക്തി, ഒരു രാജ്യത്തിൻ്റെ വളർച്ചയുടെ അനിവാര്യത 4 വെർട്ടിക്കലുകളിൽ കുറിച്ചിടുന്ന ഭാരതത്തിൻ്റെ യശസ്വി പ്രധാനമന്ത്രി എന്താണ് പറയുന്നത്? നാരീശക്തി
ആദ്യത്തെ കുറിപ്പ് അതാണ്. യൂണിഫോം സിവിൽ കോഡ് തഴുകാൻ പോകുന്നത് ഭാരതത്തിലെ ജാതിക്കും മതത്തിനും അപ്പുറം ജന്മമെടുത്തു പോയ നാരികൾക്കാണ് ഏറ്റവും വലിയ ശക്തി പകരാൻ പോകുന്നത് യൂണിഫോം സിവിൽ കോഡ്. അതുകൊണ്ടിത് ജാതിയുടെ മതിൽക്കെട്ടൊന്നുമില്ലാതെ തന്നെ എല്ലാവരും ആഗ്രഹിക്കും. ഒരു പെൺകുഞ്ഞിനെ ജനിപ്പിച്ച ഏത് മതത്തിൽപ്പെട്ട അച്ഛനും അമ്മയും ആഗ്രഹിക്കും, പുരുഷനും സ്ത്രീയും ആഗ്രഹിക്കും, ഓരോ പൗരനും പൗരയും ആഗ്രഹിക്കും. ഇതിനപ്പുറം എന്താണ് നമുക്ക് ഇതിനൊരു ഭാരതീയ ജനതയുടെ ഒരു പിന്തുണയും ഒരു സമ്മതവും ഇതിനപ്പുറം എന്താണ് വേണ്ടത്? ഇത് കൃത്യമായ മനസ്സിലാക്കലിന്റെ പുറത്താണ് ഈ കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി പോലും അസന്നിഗ്ധമായി പറഞ്ഞത് ഭാരതത്തിൽ യൂണിഫോം സിവിൽ കോഡ് സ്ഥാപിതമാകേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നുവെന്ന്. ഞാൻ പറഞ്ഞു വരുന്നത് ശബരിമല എന്ന് പറയുന്ന വികാരം അത് കേവലം ഒരു ഈശ്വരൻ വിശ്വാസി ബന്ധമല്ല. അതിനപ്പുറം ഞാൻ എൻ്റെ കുടുംബത്തിൽ ശബരിമല വ്രതവുമായി ബന്ധപ്പെട്ട് ശബരിമല മണ്ഡലകാല പൂജ കൊല്ലത്ത് അന്വേഷിച്ചാൽ അറിയാം, ടൗണിൽ ഓണത്തിനും പിന്നെ മണ്ഡലകാലത്ത് വീട്ടിൽ അയ്യപ്പൻ പൂജ നടക്കുന്ന ഈ 2 ദിവസങ്ങളിലാണ് ബൃഹത്തായ തോതിൽ സദ്യയും കഞ്ഞിവീത്തും രാത്രി ഭജനയും. എനിക്ക് ഇവരീ പാടുന്ന ഭജന ഇന്ന് കേരളത്തിൽ അതിതീവ്രമായി പടർന്നിരിക്കുന്ന ഈ ഒരു ഭജന സംഗമങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്തജനങ്ങളുടെ ഒരു അഭികാമ്യത, അവരുടെ ഒരു പങ്കുചേരൽ കാണുമ്പോഴൊക്കെ എനിക്കൊരു പക്ഷേ 60കളിലും 70കളിലും എല്ലാം കേട്ട ആ ഭജന അതാണ് എൻ്റെ ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്നത്. ആ ഭജനകളിൽ മുഴുവൻ അയ്യൻ മാത്രമേ നിഴലിച്ചിട്ടുള്ളൂ. അയ്യപ്പൻ പാട്ട് ഭജന എന്ന് പറയുമ്പോൾ ഇത് അയ്യന് വേണ്ടിയുള്ള കീർത്തനങ്ങളാണെന്ന് പറയുന്ന ഒരു പതിവാണ് ഹൃദയത്തിൽ അന്ന് പതിഞ്ഞു പോയത്. എൻ്റെ വീട്ടിലിരിക്കുന്ന അയ്യപ്പൻ്റെ ചിത്രം നമ്മൾ ശിവകാശിയിൽ ഇത് രാജാ രവിവർമ്മയുടെ കൽപ്പനയിൽ ഉദിച്ച ചിത്രങ്ങളാണ്. മിക്കവാറും എനിക്ക് തോന്നുന്നു 95% ഈശ്വരന്മാരും ദേവിമാരുമൊക്കെ അദ്ദേഹത്തിൻ്റെ കൽപ്പനയിൽ വരയായി അതിന് വർണ്ണങ്ങൾ നൽകി നമുക്ക് ലഭിച്ചതാണ്. ഇപ്പോഴും നമ്മുടെ പൂജാമുറികളിലൊക്കെ ഇരിക്കുന്ന ലക്ഷ്മിയുടെയും സരസ്വതിയുടെയും ഒക്കെ പടങ്ങൾ, ചിത്രങ്ങൾ, ശിവൻ, പാർവതി, ഗണപതി, മുരുകൻ. എൻ്റെ വീട്ടിൽ അങ്ങനെയുള്ള ചിത്രങ്ങളുണ്ട്. തഞ്ചാവൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും സിൽവർ ഫോയിൽ ആലേഖനം ചെയ്ത ചിത്രങ്ങളുമുണ്ട്. അതിനൊക്കെ കുറച്ച് കേടുപാടൊക്കെ സംഭവിച്ചു പോയെങ്കിലും പൂജാമുറിയിലെ ഒരു മതിൽ മുഴുവൻ ഈ ചിത്രങ്ങളാണ് വെച്ചിരിക്കുന്നത്. പ്രധാനമായിട്ടും നിലവിളക്ക് തെളിയിക്കുന്ന ശില്പം എന്ന് പറയുന്നത് അയ്യൻ്റേതാണ്, എൻ്റെ അയ്യൻ്റേതാണ്. ഇതിൻ്റെ കാലപ്പഴക്കം ഇപ്പോഴും നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല. ഞങ്ങളോടൊക്കെ അച്ഛൻ മൺമറയുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്, അച്ഛൻ്റെ അച്ഛൻ പോകുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്, അച്ഛൻ്റെ മുത്തശ്ശൻ പണിയിപ്പിച്ചെടുത്തതാണ്. ഒരു മൂത്താശാരിയെ കൊണ്ട് നല്ല ഘനമുള്ള തേക്ക് തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിൽ നിന്ന് എംപോസ് ചെയ്തെടുത്ത് പുലിപ്പുറത്ത് വരുന്ന അയ്യൻ, പിന്നിൽ പുലിക്കൂട്ടവും കാടും പടലും ഒക്കെയുള്ള ഒരു 2.5-3 അടി പൊക്കം, 2-2.5 അടി വീതിയിലുള്ള ഒരു ശില്പം വെച്ച് അതിൻ്റെ മുമ്പിലാണ് കാലാകാലങ്ങളായി ഒരു 100-130 വർഷമായിട്ടെങ്കിലും, അച്ഛൻ്റെയും മുത്തശ്ശൻ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് കണക്കെടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ചിത്രത്തിൻ്റെ മുമ്പിലേക്കാണ് എൻ്റെ മുത്തശ്ശി വേളി കഴിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വിളക്ക് പിടിച്ചു കൊണ്ടുവന്ന് വെച്ചത് ആ അയ്യൻ്റെ മുന്നിലാണ്. എൻ്റെ അമ്മ
എൻ്റെ അച്ഛൻ്റെ കുടുംബ വീട്ടിലേക്ക് വേളി കഴിച്ച് വന്ന് ആദ്യം വിളക്ക് വയ്ക്കുന്നത് ആ അയ്യൻ്റെ മുന്നിലാണ്. എൻ്റെ സഹധർമ്മിണി രാധിക എൻ്റെ കുടുംബ വീട്ടിലേക്ക് ആദ്യമായി വന്ന് ഗേറ്റിൽ നിന്ന് നിലവിളക്കേന്തി കൊണ്ടുവന്ന് വിളക്ക് വെച്ചതും അതേ അയ്യൻ്റെ മുന്നിലാണ്. ഇത് കേരളത്തെ സംബന്ധിച്ച് നമുക്കിത് കുടുംബപരമായ ഓരോ കുടുംബത്തിൻ്റെയും അവകാശമാണ് അയ്യൻ, അയ്യപ്പൻ എന്നുള്ളത്. അങ്ങനെ ഒരു ചിന്താഗതി ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ അയ്യനുമായിട്ടുള്ള ബന്ധത്തെ ഒരു 30 വർഷം പിന്നോട്ടൊന്ന് കൊണ്ടുപോയി ഒന്ന് ആലോചിച്ച് നോക്കും. ഇതാണ് നമ്മുടെ ഭക്തിയുടെ കാഴ്ചപ്പാട്, ഭക്തിയുടെ ചിത്രം. ഇതാണ് നമ്മുടെ ആചാരം. എല്ലാ ആചാരക്രമങ്ങളും 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞു തന്ന് അത് ആചരിച്ചു പോന്നു. അതുകൊണ്ട് തന്നെ 10 വയസ്സ് വരെ മാത്രമേ ഞാൻ എൻ്റെ 2 പെൺകുട്ടികളെയും 5 വയസ്സ് മുതൽ ഞാൻ അവരെ മല ചവിട്ടിച്ചിട്ടുണ്ട്. 7 8 തവണ പങ്കുനി ഉത്രത്തിനടക്കം. അന്നൊക്കെ പടിപൂജയും ഉദയാസ്തമന പൂജയും ഒക്കെ ലഭിച്ചിരുന്നത് കൊണ്ട് അതിനുമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ 10 വയസ്സ് തികഞ്ഞു കഴിഞ്ഞ് ഞാൻ എൻ്റെ പെൺമക്കളെ അവിടെ കൊണ്ടുപോയിട്ടില്ല. ഇപ്പോഴും ഞാൻ ചോദിച്ചു, കാരണം പുതുതലമുറയല്ലേ, ഈ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു അസംസ്കൃത സംസ്കാര ശൂന്യമായ ഒരു നവോത്ഥാന പരമ്പര അവരുടെ മനസ്സിനെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് അവരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, വി ഷാൽ വെയിറ്റ്, ഞങ്ങൾ കാത്തിരിക്കും. ശബരിമലയിൽ പോകാനുള്ള പ്രായത്തിന് എത്താനല്ല കാത്തിരിക്കുന്നത്. എൻ്റെ ശ്രീമതി നിശ്ചയിച്ചിരിക്കുന്നത് പോലെ ബയോളജിക്കലി, ശാരീരിക ശാസ്ത്രപ്രകാരം എന്ന് ആ യോഗ്യത കൈവരിക്കുന്നു എന്നെനിക്ക് പറയുവാൻ സാധിക്കുന്നു, അന്ന് ഞങ്ങൾ അവിടെ പോവും. അതുവരെ കാത്തിരിക്കുന്ന പറയുന്ന ഒരു സംസ്കാരം എന്ന് പറയുന്നതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ഞാൻ ഈ വേഷമിട്ടിട്ട് എനിക്ക് ആ വാക്ക് പറയാൻ പറ്റുന്നില്ല. ഇതിൽ വിശ്വാസമില്ലെങ്കിൽ, ഇവിടെ വിശ്വാസമില്ലാതെ വളരെ സ്വയം അപഹാസ്യരായി എന്നേ ഉള്ളൂ. അതിപ്പോൾ ശബരിമല ദീപാരാധന നടക്കുമ്പോഴും അങ്ങനെ കൈയും കെട്ടി തിരിഞ്ഞു നിൽക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും. അത് അവർക്ക് വിട്ടേക്കും, അത് അവരുടെ അവകാശമാണ്. പക്ഷെ അവരവിടെ വന്ന് നിൽക്കാതിരിക്കുക എന്ന് പറയുന്നത് ദൈവത്തിനോടുള്ള മര്യാദയല്ല, നമ്മളോടുള്ള മര്യാദയാണ്, സഹജീവികളോടുള്ള മര്യാദയാണ്. അതുപോലും നമ്മൾ സഹിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഏതെങ്കിലും മതം അത് സഹിക്കും, സമ്മതിച്ചു കൊടുക്കുമെന്ന്? ഒരിക്കലുമില്ല. അവർക്കൊക്കെ അവരുടെ മതത്തോടുള്ള സ്നേഹം പോലെ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ മതത്തോടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ മതങ്ങളെയും അവരുടെ ആചാരങ്ങളെയും എല്ലാം വളരെ റെസ്പെക്റ്റോടെ വണങ്ങാൻ സാധിക്കുന്നത്, ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത്. ആ ഇഷ്ടം അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഇതിനെ സംബന്ധിച്ച് വിശ്വാസ സമൂഹം, അത് വിവിധ മതങ്ങളിൽപ്പെട്ട വിശ്വാസ സമൂഹങ്ങളുടെ ഒരു സംഗമമാണ് വിശ്വാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തേണ്ടത്. ആ ശക്തി ഈ ലോകത്ത് ഒരു ഭരണശക്തിക്കും ആ ശക്തിയെ നേരിടാൻ സാധിക്കില്ല. ആ ശക്തിയിലേക്ക് നമ്മളുടെ വിശ്വാസം, നമ്മുടെ പ്രാർത്ഥന വളർത്തിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ആദ്യത്തെ ആവശ്യം ഞാൻ ഈ വേദിയിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പങ്കുനി ഉത്രം ഭഗവാന്റെ ജന്മനക്ഷത്രമാണ്. ചെങ്ങന്നൂരിൽ ഇതിൻ്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ വർഷം മീനമാസത്തിലെ ഉത്രം നക്ഷത്രം വരുന്നത് ഏപ്രിൽ 1-ാം തീയതിയാണ്. അതുകൊണ്ട് ഏപ്രിൽ 1-ാം തീയതി
എൻ്റെ അഭ്യർത്ഥനയാണ്. നമ്മളിത് 2018 ഡിസംബർ 31 എൻ്റെ വിശ്വാസം. അത് 1-ാം തീയതിയാണോ എന്ന് എനിക്കറിയില്ല. കുമ്മനം രാജേട്ടൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ കളിയിക്കവിള മുതൽ ഡിസംബർ 26 കളിയിക്കവിള മുതൽ കാസർഗോഡ് വരെ ദീപം തെളിയിച്ചു. അണമുറിയാതെ ദീപം തെളിയിച്ചു. അതുപോലെ ഓരോ വിശ്വാസ ഗൃഹങ്ങളിലും ഏപ്രിൽ 1-ാം തീയതി ഒരു ചിരാത്, ഒരു തിരിയിട്ട ചിരാത് ഭഗവാന്റെ ജന്മനാൾ ആഘോഷിക്കാൻ കേരളമാകെ അതൊരു തിരുനാളമായി നമ്മൾ കൊളുത്തിവെക്കും. അയ്യനോടുള്ള പ്രാർത്ഥനയായിരിക്കും. നമ്മുടെ വിശ്വാസത്തിനെതിരെ ബോംബിടാൻ വന്നവർക്കുള്ള മിസൈലായിരിക്കണം ആ തിരുനാളം. അത് അവരുടെ എല്ലാം ചിതയ്ക്ക് അഗ്നിയായി മാറുന്ന തീനാളമായി വളരണേ എന്ന് പറയുന്ന പ്രാർത്ഥന കൂടി നമുക്കുണ്ടാവണം. സുപ്രീം കോടതിയായാലും ഹൈക്കോടതിയായാലും യോഗ്യമായ തീരുമാനമെടുക്കാൻ അവർക്കറിയാം. ശബരിമലയെ സംബന്ധിച്ച്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ച് ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള അങ്ങനെ ഒരു വിശ്വാസ സമൂഹത്തെയും പുറങ്കാലിന് അടിച്ചു കളയുന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. നമുക്കൊക്കെ വേദനയുണ്ടാകുന്ന ഒരുപാട് നിർണയങ്ങളിൽ ഈ നീതിപീഠങ്ങളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പ്രത്യാഘാതം എന്തെന്ന് മനസ്സിലാക്കി അതിന് വലിയ വ്യതിചലനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ശബരിമല എത്ര അംഗ കോടതിയിലാണ് എത്തിയിരിക്കുന്നത്? ഇത് ഒരു 7-അംഗ ബെഞ്ചിലേക്ക് വരും. അവിടെ നിന്ന് ഇതൊരു ഓപ്പൺ കോർട്ടിലേക്ക് വരുന്ന അവസ്ഥയുണ്ടാവും. അതിന് വഴിതെളിക്കുന്നത് യൂണിഫോം സിവിൽ കോഡ് തന്നെയായിരിക്കും. ഇനി കൂട്ടി വായിച്ചാൽ മതി ഇത് ആരൊക്കെ ഈ വിളംബരം നടത്തും. യൂണിഫോം സിവിൽ കോഡ് വരുന്നതോടുകൂടി എല്ലാ മതങ്ങൾക്കും, എല്ലാ മതത്തിലും ആചാരാനുഷ്ഠാനം മാത്രമല്ല, ആ മതത്തിൽ പിറന്നതിൻ്റെ പേരിൽ നിയമപരമായ ചില കിരാതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന വിവേചന അവസ്ഥകൾ ഉണ്ടെങ്കിൽ ആ വിവേചനത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു അതിശക്തമായ ഭാരതീയ നിയമമായിരിക്കും ഏകീകൃത സിവിൽ കോഡ്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥന കൂടി ഏപ്രിൽ 1-ാം തീയതി ഉണ്ടാവും. അപ്പൊ ഇതിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല ചെങ്ങന്നൂര് ഇത് ഞാൻ പറഞ്ഞു പോയതിൻ്റെ പശ്ചാത്തലത്തിൽ വളരെ മ്ലേച്ഛമായ ചിന്താഗതിയുള്ള മതവിശ്വാസമൊന്നും ഇല്ലാത്തവരായിരിക്കാം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലുള്ളവരായിരിക്കാം. പറഞ്ഞത് കറക്റ്റാണ്. ഏപ്രിൽ 1 തന്നെ നിങ്ങൾ ആ വിളക്ക് തെളിയിക്കണം എന്ന് പറഞ്ഞ ഏപ്രിൽ 1 നമ്മൾ എന്തിനാ ആഘോഷിക്കുന്നത്, അല്ലേ? അപ്പം ഞാനിവിടെ വച്ച് അതിനുകൂടി അടിവരയിട്ട് പറയുന്നു, ഈ വർഷം ഏപ്രിൽ 1 വന്ന ഞങ്ങളുടെ 27 നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ ഏപ്രിൽ 1 വന്ന ഉത്രം നക്ഷത്രത്തിൽ ഞങ്ങൾ അയ്യന് വേണ്ടി ആ തിരുനാളം കൊളുത്തും. ഞങ്ങളത് അയ്യന്റെ ജന്മനാളായി ആഘോഷിക്കും. അടുത്ത വർഷം വേറൊരു ദിവസം മാർച്ചിലോ ഏപ്രിലോ മീനമാസത്തിൽ ഞങ്ങൾ ആഘോഷിക്കും. നിങ്ങൾ പറഞ്ഞ ആ കാറ്റഗറിയിൽ, ആ വിഭാഗത്തിൽ പെടുന്ന ഊളന്മാർ, ഫൂൾസ്, അങ്ങനെ തന്നെ ആഘോഷിച്ചോളൂ. തീപ്പന്തം കത്തിച്ചു വെച്ച് ആഘോഷിച്ചോളൂ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ സമാധാനം വരില്ല. അതൊക്കെ അവർ പറഞ്ഞു പോകട്ടെ എന്നൊക്കെ വേറെ ചില കാര്യങ്ങളിൽ പറയാം. ഇതിൽ പറഞ്ഞു പോകാൻ അങ്ങനെ യോഗിയും സന്യാസിയും ഒന്നുമില്ല. ഇവിടെ നേരത്തെ യുവരാജ് സൂചിപ്പിച്ച മറ്റൊരു പോരാളി, ആ പോരാളി തന്നെയാണ് ഞാൻ. ഈ പോരാട്ടം നയിക്കാൻ വന്നയാളല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു പോരാളി തന്നെയാണ്.
ഇതിന് രാഷ്ട്രീയമായ മാനം ആരും നൽകേണ്ടതില്ല. അതിന് വേദി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഒരുക്കി. ആരിതുപോലുള്ള വേദി ഒരുക്കിയാലും അവിടെയും പങ്കെടുക്കാൻ ഞാൻ തയ്യാറാണ്. വിശ്വാസ സമൂഹത്തിന് വേണ്ടിയാണ് ഈ പോരാട്ടം. ഒരു പ്രാർത്ഥനയിലൂടെ, ഒരു തിരുനാളം തെളിയിച്ചു വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുടെ പോരാട്ടമാണ്. ഒരു സമരം, ഒരു മുദ്രാവാക്യം വിളിയും ഉണ്ടാവില്ല. ഏക മുദ്രാവാക്യം സ്വാമിയേ, അത്രയുണ്ടാവും. പക്ഷെ അതിൻ്റെ ശക്തി എത്രയാണെന്നും ഇസ്രായേലിൻ്റെ മിസൈലിനേക്കാൾ എത്രമാത്രം മസിൽ പവർ അതിനുണ്ടെന്നുള്ളതും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് തന്നെയാണ് നല്ലതുപോലെ അറിയാവുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിനും അതറിയാം. ഇനിയും നമുക്ക് മുന്നോട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ യുവരക്തത്തിനുമൊക്കെ ഒരുപാട് ജീവിതം മുന്നോട്ടുണ്ട്. നമുക്ക് കാണാം, ഈ ലോകം നമ്മുടേത് മാത്രമല്ല, അവരുടേതും കൂടിയാണ്. ഈ ലോകം എങ്ങോട്ടാണ് ഗമിക്കുന്നത്? നീതിക്കും ധർമ്മത്തിനും എന്നും കുടപിടിച്ചിട്ടുള്ള സനാതന ധർമ്മത്തിൻ്റെ പാതയിൽ ഈ ലോകം സഞ്ചരിക്കുമ്പോൾ അവരും വന്ന് അണിചേരട്ടെ രാഷ്ട്രീയത്തിന് അതീതമായി എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കൂ. എല്ലാ മക്കളും ജനിച്ചു വീഴുന്നത്, ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഈ രാജ്യത്തിന് സംഭാവനയായിട്ട്. രാഷ്ട്രീയം മതപരമായ ജന്മം കൊണ്ട് ചില മതങ്ങളിൽ വന്ന് പിറക്കുന്നു എന്നുള്ളതൊക്കെ മാറ്റിവെച്ചാലും ഈ മണ്ണിൻ്റെ മക്കളാണ്. ഒരു കുഞ്ഞു പോലും ഈ രാജ്യത്തിന് പാഴാവരുത്, പാഴ് സൃഷ്ടിക്കുകയും അരുത്. എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി സദ്ഗതി എല്ലാവരെയും നയിക്കട്ടെ, സദ്വഴികളിലൂടെ അവരെ നടത്തിക്കട്ടെ എന്ന് പറയുന്ന പ്രാർത്ഥന കൂടി നമുക്ക് ഏപ്രിൽ 1-ാം തീയതി ഇത്തവണ അയ്യന് വേണ്ടി ഒരു തിരി തെളിയിച്ചുകൊണ്ട് അതിൻ്റെ പ്രതീകാത്മകമായിട്ട് ഒരു ചിരാതിൽ തന്നെയാണ് ഞാനിവിടെ, ചിരാതില്ലേ, തെളിയിക്കുവാൻ പോകുന്നത്. എൻ്റെ വീട്ടിലിരിക്കുന്ന അയ്യനെ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ജതിനോട് പറഞ്ഞ് എൻ്റെ അനിയൻ്റെ കുടുംബം അവിടെ ഉള്ള സമയത്ത് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് കാണണം. എനിക്കത് ആ വീട്ടിൽ നിന്ന് പുറത്തിറക്കി കൊണ്ടുപോകാൻ പേടിയാണ്. കാരണം അയ്യൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്ടിലാണ് അതിപ്പോൾ ഇരിക്കുന്നത്. എനിക്ക് തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് മണ്ഡലകാലത്തിൽ ഈ പൂജ നടത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ പേടിയാണ്. അദ്ദേഹത്തിൻ്റെ ഹിതം, അദ്ദേഹത്തിൻ്റെ സമ്മതം, ഈ സമ്മതം വാങ്ങിയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് പിന്നെ വ്യക്തിപരമായ രാഷ്ട്രീയപരമായ ലാഭ കൊതിമൂത്ത്, ആർത്തിമൂത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരെല്ലാം അനുഭവിച്ചിരിക്കും. ഓച്ചറയെ സംബന്ധിച്ച് ജതൻ ഇവിടെ പറഞ്ഞു, 10-ാം തീയതി ഇവരെല്ലാം കൂടെ പാർലമെന്റിൽ ഉണ്ടാക്കിയ ഒരു വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശമനുസരിച്ചാണ് ഈ പരിപാടി ക്യാൻസൽ ചെയ്ത് അവിടെ നിൽക്കുന്നത്. ഞാൻ പത്തനാപുരത്ത് മറുപടി പറഞ്ഞതുപോലെ പറയേണ്ടി വരുന്നു. ഓച്ചറയുമായിട്ടുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, മിനിഞ്ഞാന്ന് തുടങ്ങിയതുമല്ല. ആദ്യമായിട്ട് ശബരിമലയിൽ പോകുമ്പോഴും ഞാൻ ആലപ്പുഴക്കാരനായതുകൊണ്ട് അതല്ലാതെ തന്നെ കുട്ടിക്കാലം മുതൽ ഇവിടെ വണ്ടി നിർത്തി, അത് ബക്ഫിയറ്റിൽ സ്കൂട്ടറിൽ സഞ്ചരിച്ചിരുന്ന സമയത്ത് എൻ്റെ അച്ഛൻ ഇവിടെ അന്ന് ഈ കോട്ടയും പിന്നെ ഗോപുരവാതിലും ഒന്നുമില്ല, ഗണപതിക്ക് ആ തറയുമില്ല, ആല് മാത്രമാണുള്ളത്. അവിടെ ഗണപതിയുണ്ട്. അവിടുന്ന് ഇറങ്ങി ഏതാണ്ട് 1/4 മണിക്കൂർ അങ്ങേ അറ്റം വരെ നടന്ന് അവിടുത്തെ ജലാശയവും പാടശേഖരവും കണ്ടിട്ടാണ് തിരിച്ചു വന്ന് വണ്ടിയിൽ കയറി പോകുന്നത്. ഓർമ്മ വെച്ച കാലം കുറിക്കാനാണെങ്കിൽ ഒരു 4-5 വയസ്സ് മുതലുള്ള ഓർമ്മകളുണ്ട് ഓച്ചറയെ സംബന്ധിച്ച്. ഇവിടെയാണ് ഞാൻ കാളക്കുട്ടന്മാർക്ക് ഉപ്പെന്നല്ലേ അതിന് പറയുന്നത്, മുതുകത്തുള്ള ഹഞ്ച്,
ഇത് കാണുന്നത്. ശബരിമലയ്ക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇതുപോലെ പോകുമ്പോൾ അച്ഛൻ കൊണ്ടുപോയിട്ടുള്ളതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇതേ നടത്തം നടത്തിച്ച് പ്രാർത്ഥിച്ച് തേങ്ങയടിച്ച് നേർച്ചയിട്ട് മാത്രമാണ് ഞങ്ങൾ പത്തനംതിട്ട വഴി ഇവിടുന്ന് അടൂര് കയറി പന്തളം പോകത്തില്ല, കട്ട ക്രോസ് ചെയ്ത് പത്തനംതിട്ടയിൽ ചെന്നിട്ട് പമ്പയ്ക്ക് പോയിട്ടുള്ളത്. അത് പിന്നെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ കൂടെയുള്ള ശബരിമല യാത്ര തുടങ്ങിയപ്പോഴേക്കും കൊട്ടാരക്കര ഗണപതി അമ്പലം വഴിയായി. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതും അതുവഴി തന്നെയായി. അപ്പോൾ ഓച്ചിറയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ആലപ്പുഴയുമായിട്ട് എന്ത് ബന്ധമാണോ അത്രയും ആഴമുള്ളത് തന്നെയാണ്. ഇന്നെനിക്ക് വരാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിലും ഇതിനേക്കാൾ ബൃഹത്തായ ഒരു പരിപാടിക്ക് ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നിരുന്നേനെ. അതിലൊന്നും മാറ്റമില്ല. കാരണം ഇതൊരു സൗകര്യത്തിനൊരു ഡേറ്റിന് വരാമെന്ന് പറഞ്ഞു, സാധിച്ചില്ല, പിന്നെ വരുന്നില്ല. അതല്ല ഉദ്ദേശം. എന്താണ് ഈ സംഗമത്തിൻ്റെ ഉദ്ദേശം? ഞാൻ അതിനാണ് വിലമതിക്കുന്നത്. ഞാൻ വാക്ക് കൊടുത്തു, ഞാൻ ആ വാക്ക് പാലിച്ചു. നിങ്ങളുടെ സന്തോഷത്തിലേക്കും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ബലം ഒന്നുകൂടി ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടി എനിക്കിന്ന് ഇവിടെ വരുവാൻ സാധിച്ചതിലുള്ള അതിയായ സന്തോഷം അറിയിച്ചുകൊണ്ട് അയ്യൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്വാമി ശരണമയ്യപ്പ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.